പ്രഭാതവന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പെരുംകള്ളനും കവർച്ചക്കാരനുമായിരുന്നു ജെറി എന്ന് പറയുന്ന വ്യക്തി. കവർച്ചാ കേസിൽ പിടിക്കപ്പെട്ട അദ്ദേഹം 7 വർഷത്തേക്ക് ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഈ അവസരത്തിൽ സുവിശേഷം കേൾക്കുന്നതിനും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിനും അദ്ദേഹത്തിന് ഇടയായി. ജയിലിൽ നിന്ന് മോചിതനായ അദ്ദേഹം പാപത്തിൽ നിന്ന് മോചനം നൽകുന്ന യേശുക്രിസ്തുവിനെ സാക്ഷിക്കുന്ന ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെട്ടു. അങ്ങനെ തടവിൽ കിടക്കുന്നതായ ആളുകളെ ദൈവസ്നേഹത്തിലേക്ക് നയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ റെസ്ക്യൂ മിഷൻ എന്ന സ്ഥാപനം അദ്ദേഹം ആരംഭിച്ചു. ധാരാളം ആളുകളോട് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുവാൻ അദ്ദേഹത്തിന് ഇടയായി തീർന്നു. 1884 ക്ഷയരോഗം ബാധിച്ച് അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് തന്റെ സഹധർമ്മിണിയോട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ക്ഷയരോഗം താമസിയാതെ എന്റെ പ്രാണനെ എടുക്കും എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നവനായി മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ധനവാന്മാരായ ആളുകൾ നടത്തുന്ന പുഷ്പാർച്ചനയെക്കാളും ശ്രേഷ്ഠമായി ഞാൻ കാണുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് എന്റെ ശുശ്രൂഷ മൂലം ദൈവസ്നേഹം കണ്ടെത്തിയ ഏതെങ്കിലും ഒരു കുറ്റവാളി അർപ്പിക്കുന്ന ഒരു റോസാപ്പൂവാണ് എന്ന്. ചില ദിവസങ്ങൾക്ക് ശേഷം ജെറി മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷാ വേളയിൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ദരിദ്രനും വൃദ്ധനുമായ ഒരു മനുഷ്യൻ ചില റോസാപ്പൂക്കളുമായി അദ്ദേഹത്തിന്റെ മൃതശരീരത്തിനടുത്തെത്തി. തന്റെ കയ്യിലുണ്ടായിരുന്ന ആ പൂക്കൾ മൃതശരീരത്തിൽ അർപ്പിക്കവേ വികാരാധീനനായി അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: പ്രിയ ജെറി, ഈ പുഷ്പങ്ങൾ നീ രൂപാന്തരപ്പെടുത്തിയ ജോയുടെ വകയാണ് എന്ന് നീ അറിയും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ജെറിയുടെ വിധവയായ ഭാര്യ ആ പുഷ്പങ്ങളെ എടുത്ത് തന്റെ ഭർത്താവിന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചു വെച്ചുവെന്നാണ് ആ കഥയിൽ പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിൽ നാം ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനവും വൃഥാവാകുകയില്ല. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവനെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് നാം ഉച്ചരിക്കുന്ന വാക്കുകൾ, മറ്റുള്ളവരോട് നാം പറയുന്നതായ ദൈവിക സ്നേഹത്തിന്റെ സന്ദേശങ്ങൾ ഒരിക്കലും വൃഥാവാകുകയില്ല എന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവരിൽ ദൈവസ്നേഹം വിതയ്ക്കുവാൻ നമ്മുടെ ഓരോ ദിനത്തിലെയും പ്രവർത്തനങ്ങൾ ഇടയായി തീരട്ടെ. മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തുവാൻ, ദൈവത്തിന് കൊള്ളാവുന്ന വ്യക്തിത്വങ്ങളായി അവരുടെ ജീവിതത്തെ മാറ്റിയെടുക്കുവാൻ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും വാക്കുകളും ഇടയായി തീരട്ടെ. ഈ ദിനം നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ബിനുവച്ചൻ. Thank you.